ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വെറും 4 ചേരുവ വെച്ച് മാത്രം റെഡിയാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ബിസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെഡിയാക്കി തുടങ്ങിയാലോ? ആദ്യം തന്നെ ഇത് നന്നായി മിക്സ് ചെയ്യണം. ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുത്തുള്ളത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലുള്ള ഈ തേങ്ങയുടെ പാലും എല്ലാം കൂടി ഒരുമിച്ച് നന്നായി മിക്സായി വരണം. നമ്മളിത് വെള്ളം ചേർക്കണമൊന്നുമില്ല, വെള്ളം ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നല്ല നനവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മതി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാരയിൽ ഏലക്ക ചേർത്ത് പൊടിച്ചുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ ചേർക്കാൻ പോണത്, ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളും ചേർക്കണമെന്നില്ല, നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. നന്നായി കൈ കൊണ്ട് തിരുമ്മി കൊടുക്കണേ. അപ്പം ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മൈദ തന്നെ ഇതിൽ ചേർക്കേണ്ടി വന്ന്. അപ്പം ഞാൻ കയ്യിൽ ഒരല്പം എണ്ണ തടവിയിട്ട് ഇതൊന്ന് ഉരുട്ടി പരത്തിയെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അതാ ഈ ഒരു ഇതിൽ ആക്കിയെടുത്തിട്ട് ഒരു ചെറി ഞാനിതിലൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു ബദാമ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഫുള്ളും ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഫുള്ളും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൈദ കുഴച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ നനവ് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് ഇതിൽ കിട്ടും. പിന്നെ ഞാനിതൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ എണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കിത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ. പിന്നെ നമ്മളിത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇതേ ടേസ്റ്റിനാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങിയാലും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. വീട്ടിൽ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിത് ഫുള്ളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള ബിസ്ക്കറ്റ്, തേങ്ങാ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ. അത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വെറും 4 ചേരുവ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. കോക്കനട്ട് ബിസ്ക്കറ്റ് ഇവിടെ റെഡിയായി. ഞാൻ ഒന്ന് തിന്നിട്ട് ഇതിൻ്റെ രുചി പറയാം. വാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ ബൈ.